അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 27 ശനിയാഴ്ച. സമാധാന കരാർ നിലനിൽക്കെ ഇറാന്റെ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി US. ഹോർമുസ് കടലിടുക്കിൽ തായ്വാന്റെ കണ്ടെയ്നർ കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായാണ് അമേരിക്കയുടെ ആക്രമണം. ഇറാന്റെ റഡാർ കേന്ദ്രങ്ങളടക്കം US സൈന്യം തകർത്തു. സംഘർഷം ഒഴിവാക്കാൻ ഇറാൻ അമേരിക്ക ആശയവിനിമയത്തിന് ഹോട്ട്ലൈൻ സ്ഥാപിച്ചതിന് പിറകെയാണ് ഇറാൻ കപ്പൽ ആക്രമിച്ചതും അമേരിക്ക തിരിച്ചടിച്ചതും. വെനസ്വേലയിലുണ്ടായ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 583 3000-ഓളം പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. 50,000-ലേറെ പേരെ കാണാനില്ലെന്നാണ് റിപ്പോർട്ട്. ഇവരിൽ മിക്കവരും മരിച്ചിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9ാം പ്രതി ഹരീഷ് കുമാറിന് ജാമ്യം ലഭിച്ചത് പ്രോസിക്യൂട്ടറുടെ ഒത്തുകളി മൂലമെന്ന് പോലീസ്. ജാമ്യത്തെ എതിർത്ത് 18-ന് പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന് വിരുദ്ധമായി പ്രതിയെ കസ്റ്റഡിയിൽ വേണ്ടെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചതാണ് ഹരീഷിന് ജാമ്യം ലഭിക്കാൻ ഇടയാക്കിയത്. രേഖകളുമായി ഹാജരാകാൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ അന്വേഷണ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകി. വീണ വിജയൻ പ്രതിയായ മാസപ്പടി കേസിലെ അന്വേഷണത്തിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതിയായ DYFI പ്രവർത്തകന് ജാമ്യം നൽകിയ കേസിൽ കക്ഷി ചേരാൻ എൻഫോഴ്സ്മെന്റ് കോടതിയിൽ ഹർജി നൽകി. വീര്യം കുറഞ്ഞ മദ്യത്തിന് ബജറ്റിൽ നികുതി നിർദ്ദേശിച്ചതിന് താൻ വിയോജിപ്പ് പ്രകടിപ്പിച്ചെന്ന ചില മാധ്യമങ്ങളുടെ പ്രചാരണം ശരിയല്ലെന്നും താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും എക്സൈസ് വകുപ്പ് മന്ത്രി M. ലിജു. മുന്നണിയുടെ തീരുമാനമനുസരിച്ച് മദ്യനയം നടപ്പാക്കൂ. ജവാൻ ഉൽപാദനം നിർത്തിയത് കുപ്പികളും സ്റ്റിക്കറും കാർട്ടൺ ബോക്സുകളും ഇല്ലാത്തതിന്റെ പേരിലാണെന്നാണ് പ്രാഥമിക വിവരമെന്നും അദ്ദേഹം പറഞ്ഞു. മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് ഇന്നു മുതൽ അപേക്ഷിക്കാമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. പൊതുവിഭാഗത്തിലുള്ള വെള്ള നീല റേഷൻ കാർഡുകൾ PHH വിഭാഗത്തിലുള്ള പിങ്ക് കാർഡിലേക്ക് തരംമാറ്റാൻ രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴി ജൂലൈ 17 വരെ അപേക്ഷിക്കാം. കൊച്ചി എളംകുളം മെട്രോ സ്റ്റേഷനിലെ സഹോദര അയ്യപ്പൻ റോഡിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതിനാൽ തിങ്കളാഴ്ച മുതൽ രാത്രികാല ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും രാത്രി 11 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് ഫാത്തിമ ചർച്ച് മുതൽ ടോക്കച്ച് റോഡ് വരെയുള്ള ഭാഗത്ത് ഗതാഗതം നിയന്ത്രിക്കുക. സംസ്ഥാനത്ത് ലഹരി മാഫിയകൾക്കെതിരെ ഓപ്പറേഷൻ തണ്ടർ പരിശോധനകളിലായി 14,722 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി എക്സൈസ് മന്ത്രി M. ലിജു. സംസ്ഥാനത്തെ അങ്കണവാടികളിലെ കുട്ടികൾക്ക് പാൽ, മുട്ട എന്നിവ അടക്കമുള്ള പോഷകാഹാര വിതരണം കടുത്ത പ്രതിസന്ധിയിലേക്കെന്ന് CPM. വിലക്കയറ്റം രൂക്ഷമായിട്ടും തുച്ഛമായ തുകയ്ക്ക് പാലും മുട്ടയും നൽകാൻ വിതരണക്കാർ തയ്യാറാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് CPM കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് 8 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നിവിടങ്ങളിൽ 1 വീതം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം നിപ്പയിൽ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. UDF സർക്കാർ KSRTCയിൽ നടപ്പിലാക്കിയ സ്ത്രീ സൌജന്യ യാത്രാ പദ്ധതി മൂലം വയനാട്ടിലും സ്വകാര്യ ബസ്സുകൾ നഷ്ടത്തിലായി. ബസ്സുടമകൾ സർവീസ് നിർത്താൻ ഒരുങ്ങുകയാണ്. ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് ഒരു കാരണവശാലും അവധി കൊടുക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ കുട്ടനാട്ടിൽ പ്രതിഷേധം. ചമ്പക്കുളത്ത് മുഖ്യമന്ത്രി VD സതീശന്റെ കോലം കത്തിച്ചു. മൂലം ജലോത്സവം ഫാൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കാലവർഷം ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യത. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം.
ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയുടെ തിരുവനന്തപുരത്തെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ഇടവേളയ്ക്ക് ശേഷം സ്ഥിരം ഡയറക്ടർമാരെ നിയമിച്ചു. ISRO മാതൃകേന്ദ്രമായ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ഡോക്ടർ UP രാജീവാണ് പുതിയ മേധാവി. വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിൽ N ജയനാണ് ഡയറക്ടർ സ്ഥാനം. കേരളത്തിലെ തീരമേഖലയിലെ ഖനനം സ്വകാര്യവൽക്കരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. ഇത് ചോദ്യം ചെയ്തപ്പോൾ സ്വകാര്യവൽക്കരണം ഇല്ലെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശൻ കേരള നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും തെലങ്കാന ആസ്ഥാനമായ ഒരു കമ്പനിയുമായി ഖനനത്തിനുള്ള ധാരണയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി സ്വകാര്യവൽക്കരണം ഇല്ലെന്ന് പറയുന്നതെന്നും ഷോൺ ജോർജ് പറഞ്ഞു. വിജയ് രാജിവെച്ച ട്രിച്ചി സീറ്റിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് സാധ്യത തള്ളാതെ MK സ്റ്റാലിൻ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രി വിജയ് ഒഴിഞ്ഞ് ട്രിച്ചി ഈസ്റ്റിൽ സ്റ്റാലിൻ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് പ്രതികരണം. തമിഴ്നാട് മന്ത്രിയും TVK നേതാവുമായ D. ശരത് കുമാറിനെതിരെ ലഹരിമരുന്ന് ഉപയോഗ ആരോപണവുമായി BJP. IPL മത്സരത്തിനിടെ ഗ്യാലറിയിലിരുന്ന മന്ത്രി മൊബൈൽ ഫോൺ സ്ക്രീനിൽ വെള്ള നിറത്തിലുള്ള പൊടി നിരത്തുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കപ്പണം എണ്ണുന്ന ജീവനക്കാർ CCTV ക്യാമറകളുടെ കണ്ണ് മറച്ചാണ് കോടികൾ തട്ടിയെടുത്തതെന്ന് പോലീസ്. ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന തുക കുറഞ്ഞപ്പോഴാണ് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾക്ക് സംശയമുണ്ടായത്. ഇതോടെ പണം എണ്ണുന്നിടത്ത് ക്യാമറകൾ സ്ഥാപിച്ചു. ഒരു കാണിക്ക വഞ്ചിയിൽ 7 ലക്ഷം രൂപ വരെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ചില ആഴ്ചകളിൽ 500 രൂപ നോട്ടുകളുടെ കെട്ടുകളിൽ കുറവ് കണ്ടെത്തി. ഒരു ജീവനക്കാരൻ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ക്യാമറ മറച്ചാണ് പണം അടിച്ചുമാറ്റിയത്. നോട്ടുകെട്ടുകളിൽ അധിക നോട്ടുകൾ തിരികെ കയറ്റി. ഉദ്യോഗസ്ഥർ നോട്ടുകൾ എണ്ണാതെ കെട്ടുകൾ മാത്രം എണ്ണിയാണ് വൌച്ചർ തയ്യാറാക്കിയത്. ഈ പണം ബാങ്കിലേക്ക് എത്തിക്കുന്നതിനിടയിൽ പ്രതികൾ നോട്ടുകൾ കൈക്കലാക്കുകയാണ് ചെയ്തിരുന്നത്. അയോധ്യ ക്ഷേത്രക്കൊള്ള കേസിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും വിശ്വ ഹിന്ദു പരിഷത്ത് ഉപാധ്യക്ഷനുമായ ചമ്പത് റായ് രാജിവെച്ചത് നിഷ്പക്ഷത ഉറപ്പാക്കാനാണെന്ന് ട്രസ്റ്റ് വൃത്തങ്ങൾ. FIR-ൽ പെടാത്ത ചമ്പത് റായ് മാറി നിൽക്കുന്നത് ധാർമ്മികത കൊണ്ടാണെന്നും ട്രസ്റ്റ് വിശദീകരണം നൽകി. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ഒരു വർഷം മുൻപ് നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ 6 സൈനികർ വീരമൃത്യു വരിച്ചെന്ന് കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചു. രാജ്യത്തിനായി ജീവൻ ത്യജിച്ച ഇവരുടെ പട്ടിക ദേശീയ യുദ്ധ സ്മാരകത്തിൽ രേഖപ്പെടുത്തി. ഡൽഹിയിൽ സെപ്റ്റിക് ടാങ്കിൽ കുടുങ്ങി വിഷവാതകം ശ്വസിച്ച് 3 ശുചീകരണ തൊഴിലാളികൾ മരിച്ചു. മുണ്ടുകയിലാണ് സംഭവം. മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മുണ്ടുകയിലെ ഫാക്ടറിയിലെ സെപ്റ്റിക് ടാങ്കിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഇവർ. മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ വിശ്വാസ് നാംഗ്രെ പാട്ടീൽ RSSനെ പ്രകീർത്തിച്ച് നടത്തിയ പ്രസംഗം വിവാദമായി. സിവിൽ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണിതെന്ന് ആരോപിച്ച് കോൺഗ്രസ് അന്വേഷണം ആവശ്യപ്പെട്ടു. വടക്കുകിഴക്കൻ ഇന്ത്യയെ പശ്ചിമേഷ്യയുമായി ബന്ധിപ്പിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് പുതിയ വിമാന സർവീസുകൾ പ്രഖ്യാപിച്ചു. ആസാമിലെ ഗുവാഹട്ടിയിൽ നിന്ന് ദുബായിലേക്കും അബുദാബിയിലേക്കും ഓഗസ്റ്റ് മുതൽ നേരിട്ടുള്ള സർവീസുകൾ ആരംഭിക്കും. പശ്ചിമ ബംഗാളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനുള്ള ബിൽ തിങ്കളാഴ്ച നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. ഗുജറാത്ത്, അസം, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃകയിൽ കൃത്യമായ നിയമ നടപടികൾ പാലിച്ചായിരിക്കും സംസ്ഥാനത്ത് UCC നടപ്പിലാക്കുകയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മണിപ്പൂരിലെ വംശീയ കലാപം 3 വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമായി മാറിയതോടെ സംസ്ഥാനത്ത് ഭക്ഷ്യവസ്തുക്കളുടെയും പെട്രോൾ, പാചകവാതകം എന്നിവയുടെയും വിതരണം തടസ്സപ്പെട്ടു. സാമ്പത്തിക ഉപരോധത്തെ തുടർന്ന് കുക്കി സോ വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള കാങ്പോക്പി ജില്ലയാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത്. അബുദാബിയിലെ സായിദ് പോർട്ടിന് സമീപമുള്ള പ്രശസ്തമായ കാർപ്പറ്റ് സൂക്കിൽ തീപിടുത്തം. മണിക്കൂറുകളെടുത്താണ് അഗ്നിശമന സേന തീയണച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്മാൻ ഡെംബലെയുടെ ഹാട്രിക്കുമായി ഫ്രഞ്ച് പട 1-4 ഗോളുകൾക്ക് നോർവേയെ തകർത്തു. ഡെംബലേക്ക് പുറമെ ഡിസൈർ ഡൌ മറ്റൊരു ഗോൾ നേടി. നോർവേയ്ക്ക് വേണ്ടി തെലോ ആസ്ഗാർഡാണ് ആശ്വാസ ഗോൾ നേടിയത്. ലോകകപ്പ് ഗ്രൂപ്പ് I അവസാന റൌണ്ട് പോരാട്ടത്തിൽ ഇറാഖിനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തകർത്തുവിട്ട് സെനഗൽ. 10 പേരായി ചുരുങ്ങിയ ഇറാഖിനെതിരെ ആഫ്രിക്കൻ കരുത്തരായ സെനഗൽ ഗോൾമഴ പെയ്യിക്കുകയായിരുന്നു.
3 മത്സരങ്ങളും തോറ്റ ഇറാഖ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ 1-2 ഗോളുകൾക്ക് തകർത്ത് ഇക്വഡോർ ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടിയതിന് പിന്നാലെ കോച്ച് സെബാസ്റ്റ്യൻ ബെക്കാസെസെ നടത്തിയ വൈകാരിക വിജയാഘോഷം വൈറലായി. 2006 ശേഷം ആദ്യമായാണ് ഇക്വഡോർ ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടം കടക്കുന്നത്. ഫിഫ ലോകകപ്പിൽ സ്കോട്ട്ലൻഡിനെതിരായ ഗ്രൂപ്പ് സി മത്സരത്തിൽ വിനീഷ്യസ് ജൂനിയറിന്റെ ഗോൾ അനുവദിക്കാത്തതിൽ ഫിഫയ്ക്ക് ഔദ്യോഗിക പരാതി നൽകി ബ്രസീലിയൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ. മത്സരത്തിൽ മെക്സിക്കൻ റഫറി സീസർ റാമോസിനെതിരെയാണ് പരാതി. 21-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയർ സ്കോട്ട്ലൻഡ് താരം ജാക്ക് ഹെൻറിയിൽ നിന്ന് പന്ത് തട്ടിയെടുത്ത ശേഷം ഗോളാക്കിയിരുന്നു. റഫറി ആദ്യം ഗോൾ അനുവദിച്ചെങ്കിലും പിന്നീട് വാർ പരിശോധനയിലൂടെ ഫൌളാണെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. T20 ലോക ജേതാക്കളായ ഇന്ത്യയെ 34 റൺസിന് അട്ടിമറിച്ച ചരിത്ര ജയവുമായി അയർലൻഡ്. അയർലൻഡ് ഉയർത്തിയ 183 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 148 റൺസിന് ഓൾ ഔട്ടായി. FIH പ്രോ ലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ വിജയം. 1-7 ഗോളുകൾക്കാണ് ഇന്ത്യ പാകിസ്ഥാനെ നിലംപരിശാക്കിയത്. മത്സരത്തിന്റെ തുടക്കത്തിൽ 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് ഇന്ത്യ ഗംഭീര തിരിച്ചുവരവ് നടത്തിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.